പൊന്നു സുനീഷ്, ഇന്നലെ ഞാൻ ചേർത്തലപ്പെട്ട് വരികയായിരുന്നു കേട്ടാ. നമ്മുടെ മാടയ്ക്ക് എത്തിയപ്പോഴത്തേക്ക് ഒരു പട്ടി വന്ന് പട്ടഞ്ഞടി. എൻ്റെ ദൈവം, ഞാൻ ഓർത്തത് പണി പാളിയെന്ന് ഓർത്ത് കയറി വീണെന്നാ ഓർത്തത്. വീണില്ല, പക്ഷെ വീണല്ല അത്ര ഞാൻ പേടിച്ചു വെത്തണം. നെഞ്ചിടിച്ചു പട്ടി ഒരു രക്ഷയിലാണ്. പട്ടികളുടെ ശല്യം നമുക്കിപ്പോൾ സഹിക്കാണ്ട് മാറിയിരിക്കുകയാണ്. ഇനിയും കഴിഞ്ഞ ദിവസം ഇത് സെയിം അനുഭവം ഉണ്ടായി. ജസ്റ്റ് ഇതുപോലെ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി. പല സ്ഥലങ്ങളിലും പ്രശ്നം, കാരണം ബൈക്കുകാർ വീഴുന്നുണ്ട്, അതുപോലെ പല പല അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ എന്തെങ്കിലും നമുക്ക് ചെയ്യണം. നമുക്ക് പട്ടികളിൽ നമുക്കൊരു രക്ഷയില്ലാണ്ട് മാറിയിരിക്കുകയാണ്. ശല്യം സഹിക്ക് വയ്യാണ്ടിരിക്കുകയാണ്. ഓരോരോ എന്തെല്ലാം. പിന്നെ അമ്പലത്തിൽ കൊടികേറിയില്ലേ? പിന്നെ ഉത്സവം എന്നാണ്? ഉത്സവം എന്നാണ് 6 എന്നാണ് ഉത്സവം. നമ്മൾ മെയിൻ ഉത്സവം എന്നൊക്കെയാണ്. ഞാൻ കൊടിയേറ്റ് പോയിട്ട് ഉറക്കൊണ്ടല്ല പട്ടി പിള്ളേർ കേട്ട് കയറണല്ല. പാട്ട് പറഞ്ഞു പറ്റിയാവല്ലോ. പാടും പാടുണ്ടെന്ന് സത്യം പറ. എന്നാ പറ്റും? സത്യം പറഞ്ഞു. നീ പിന്നെ അച്ഛനെ വിളിച്ചു പെട്ടെന്ന് വരാൻ പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ഫോൺ ചെയ്യും. ഹലോ കുടഞ്ചേട്ടാ, കേൾക്കുന്നുണ്ടോ? നമ്മുടെ റോഡിലോട്ട് വാ. കുഞ്ഞിനെ പട്ടിയും ചെറുതായിട്ട് മാന്തിയിട്ടുണ്ട്. പക്ഷെ പേടിക്കാനൊന്നുമില്ല. വേഗം ഇങ്ങോട്ട് വാ, നമുക്കൊന്ന് വാക്സിൻ എടുത്തു. അത്രേ ഉള്ളൂ. വേഗം വാ, ഞങ്ങളുടെ ഉണ്ട്. കുഴപ്പമില്ലെന്ന്. വേഗം വാ, ഞങ്ങളുടെ ഉണ്ട്. വേഗം വാ. ബാത്ത് സോപ്പ് ഉണ്ടോ ചേച്ചി? അതെ, കൊച്ചിനെ പട്ടി മാന്തി. അലക്കാൻ സോപ്പ് ഉണ്ടോ? ബാത്ത് സോപ്പ്. അതെ, അവിടെ ഒന്നുമല്ല. ഓക്കെ മതിയല്ലോ. ഒന്നിന് പട്ടി ചെറുതായിട്ടൊന്ന് കുഴപ്പമില്ല, പേടിക്കാനൊന്നുമില്ല. നമുക്ക് കൊണ്ട് വാക്സിൻ എടുക്കണം കേട്ടോ. ഇതിൽ കുഴപ്പമില്ല, ചെറിയ പാടമുള്ളൂ, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ വാക്സിൻ എടുക്കണം കേട്ടോ. ചൂടാകുകയല്ല വേണ്ടത് നമുക്ക്. പ്രിയപ്പെട്ട കുട്ടികളെ, ഇത് ഞങ്ങൾ ബോധവൽക്കരണത്തിന് വേണ്ടി ചിത്രീകരിച്ച ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പോകുന്ന വഴിയിൽ പട്ടിയോ പൂച്ചയോ പോലെ മാന്തിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ വീട്ടിൽ പറയാതിരിക്കരുത്. ഒരിക്കലും വീട്ടുകാരെ വഴക്കടിയാണ്. നമ്മൾ പറയാതിരുന്നതാണ് പ്രശ്നം. അതുകൊണ്ട് ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾ വീട്ടിൽ പറയണം. കൃത്യമായ സമയത്ത് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടിൽ നിന്നും തീരാ ദുരിതത്തിൽ നിന്നും നമുക്ക് നമ്മുടെ വീട്ടിലും കരകയറാം. അപ്പോൾ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മടിക്കരുത്, വീട്ടിൽ പറയാതിരിക്കരുത്. വീട്ടിൽ പറയുക, കൃത്യമായ സമയത്ത് വാക്സിൻ എടുക്കുക. നമ്മൾ ഇതിൽ നിന്നും മുക്തി നേടുക. പ്രിയപ്പെട്ട കുട്ടികളെ,